എനിക്കൊരു സംശയം, ഒരു താലിബാനാണോ ഇവർ ആഗ്രഹിക്കുന്നത് എന്ന്? എങ്ങനെയാണ് കേരളം പോലൊരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ പറയാനും ആഗ്രഹിക്കാനും ഇവർക്ക് കഴിയുന്നത്? ഉദാഹരണത്തിന്, ഇറാനിൽ സ്വന്തം മുടി മറയ്ക്കാതെ പബ്ലിക്കിൽ നടക്കാനുള്ള അവകാശം പോലും സ്ത്രീകൾക്കില്ല. എത്രയോ പേർ അതിനുവേണ്ടി സമരം ചെയ്ത് കൊല്ലപ്പെട്ടു. താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നമ്മളൊരു സമൂഹം എന്ന നിലയിൽ തുടക്കത്തിലെ തുമ്പ ഡാൻസിൽ വരെ മതം കലർത്തി സ്ത്രീകളെ ഒതുക്കാൻ ശ്രമിക്കുന്നവരെ പ്രതിരോധിച്ചില്ലെങ്കിൽ ഇറാനോ അഫ്ഗാനിസ്ഥാനോ അധികം ദൂരെയല്ല. പെൺകുട്ടികൾ പാൻസും ഷർട്ടും ഇടാൻ പാടില്ല എന്നതായിരുന്നു ഒരു സമയത്ത് കേട്ട കരച്ചിൽ. അത് കഴിഞ്ഞ് കുടുംബശ്രീ പ്രതിജ്ഞയിൽ ആണിനും പെണ്ണിനും തുല്യ സ്വത്ത് നിയമം എന്ന് കേട്ടപ്പോൾ അതായി പ്രശ്നം. അത് വലിയ പ്രശ്നമാണത്രേ. പെണ്ണിന് ആണിന്റെ അത്ര തുല്യത സ്വത്തിന്റെ കാര്യത്തിൽ വേണ്ട എന്ന്. ഒരുമിച്ചിരുന്നാൽ പ്രശ്നം, മിണ്ടിയാൽ പ്രശ്നം. ഇന്നിപ്പോൾ ഈ പ്രശ്നം തുമ്പയിലാണ് എത്തി നിൽക്കുന്നത്. എങ്ങനെയാണ് ഇവരുടെ ഈ പറച്ചിലുകൾ ഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ ശബ്ദം എന്ന രീതിയിൽ പുറത്തു വരുന്നത്? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സദാചാര ഗുണ്ടായുസം കാരണം കണ്ണൂരിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. സ്ത്രീകളെ അങ്ങേയറ്റം വികലമായി കാണുന്ന ഒരു മനസ്സുണ്ടാവുക എന്നതാണ് താലിബാനിസത്തിന്റെ പ്രത്യേകത. സ്ത്രീ ഇരയാകുമ്പോൾ വേട്ടക്കാരനെ പ്രകീർത്തിക്കുക, സ്ത്രീയുടെ വസ്ത്രത്തെ കുറ്റപ്പെടുത്തുക, പരസ്യമായി വെർബൽ റേപ്പ് നടത്തുക, സ്ത്രീയുടെ വസ്ത്രം, ചലനം, സഞ്ചാര സ്വാതന്ത്ര്യം, സമത്വം എന്നീ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ത്രീക്കെതിരെ ഘോരഘോരം വാദിക്കുക. സവാദ് സംഭവം അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. സവാദിന്റെ പ്രവൃത്തിയെ പൊക്കി പറയുന്നവർക്ക് ഒരിക്കലും സ്ത്രീകൾക്ക് തന്റെ ഇടം ഉണ്ടാകുന്നത് അവർ പുരുഷന്മാരുമായി ഇടകലരുന്നതൊന്നും ഇഷ്ടപ്പെടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ രഹസ്യമായി ചൂഷണം ചെയ്യപ്പെടാനുള്ളവരാണ്. അങ്ങനെ തന്നെ തുടരാൻ ഏതറ്റം വരെയും അവർ പോകും. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ കാര്യമായി വിമർശിച്ചില്ലെങ്കിൽ, അവരുടെ മണ്ടൻ വാദങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടേ ഇരുന്നില്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന സാമൂഹിക അവസ്ഥ എത്താൻ അധികം സമയമെടുക്കില്ല.